ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ബിഗ് അപ്ഡേറ്റ്, എക്സ്ക്ലൂസീവ്. ആൾറെഡി ഇത് പുറത്തു വന്നു, എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ എക്സ്ക്ലൂസീവ് തന്നെ പറയാം. പിന്നെ തീർച്ചയായിട്ടും പ്രേമലു 2 അങ്ങനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ. എപ്പോ വരുമെന്ന് ഓർത്തോണ്ടിരിക്കുന്നു ഇതിന്റെ അനൗൺസ്മെന്റ്. സംഭവം റൂമറുകൾ കടന്ന് കളിക്കുന്നുണ്ടായിരുന്നു, പ്രേമലു 2 ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒഫീഷ്യലി അങ്ങ് വന്നപ്പോൾ സന്തോഷമായി. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് സാധ്യതകളുള്ള ഒരു സിനിമയാണത്. കാരണം വലിയ സംഭവമായിട്ട് വന്ന് ഹിറ്റായൊരു സിനിമയല്ല. അതെ. ഇനി രണ്ടാമതൊരു ഭാഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിക്കൂല. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടാനും പോകുന്നില്ല. ഇതിനകത്ത് ഇനി വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രേമലുവിലെ പലതിനെ പല രീതിയിൽ പല സിനിമയാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പം എങ്ങനെ നോക്കി വന്നാലും അതൊക്കെ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അതായത് പ്രേമലു സിനിമ അവസാനിക്കുന്നത് തന്നെ നമ്മുടെ സച്ചിൻ കഥാപാത്രം UK പോകുന്നതാണ്. അതിനുശേഷം ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ആള് മിക്കവാറും 2 ദിവസം അവിടെ നിന്നിട്ട് പോരും. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ റീനു പറഞ്ഞിട്ടുള്ളത്. നീ അവിടെ പോയാ നീ അവിടുന്ന് സർവൈവ് ചെയ്യില്ല പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം റീനുവിന് അറിയാം ആളെ കുറിച്ച് എന്തായാലും. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് പിള്ളേരെ കുറിച്ച് ചിലർക്കൊന്നും അറിയില്ല. അതൊക്കെ പുഷ്പം പോലെ തീരുമാനാക്കും. അറിയിച്ചു കൊടുത്തതാണ്. അതെ. അപ്പൊ മേ ബി പറയാൻ പറ്റില്ല, UK വേറെ ലെവലായിട്ട് ആള് തിരിച്ചു വരും. അതൊരു സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ജസ്റ്റ് കിഡിങ് ആളുടെ ക്യാരക്ടറിന് പകരം, ആദിക്ക് പകരം വേറൊരാള് ആ ഓഫീസിലേക്ക് വരാം. തീർച്ചയായും. അല്ലെങ്കിൽ റീനുവിന് മറ്റൊരു ഓഫീസിലേക്ക് മാറാം ചാൻസ്. അതായത് ഹൈദരാബാദ് തന്നെ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് മാറുന്നതാകാം, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാകാം. അതായത് ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് ആളുടെ പാർട്ണർ ആകാൻ പോകുന്ന ആൾക്ക്. അങ്ങനെ ഒരാളെ ഇതുവരെ ആൾ കണ്ടെത്തിയിട്ടില്ല. സച്ചിൻ പോലും അങ്ങനെയല്ല. അതെ. അപ്പൊ അങ്ങനെ ഒരാളെ കാണുന്ന ഒരു വേറെ ലെവല് ഒരു വില്ലൻ. അതെ, അങ്ങനെയാണെങ്കിൽ സച്ചിന്റെ കുറച്ച് കരച്ചിലും കൂടി നമുക്ക് കാണാം. അപ്പൊ ആ ഒരു വൈബ് പിടിച്ച് അതിലേക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ TFC കമ്പനിയുടെ തോമസ് അല്ലേ കഥാപാത്രത്തിന്റെ പേര്? തോമസ് ആണെന്ന് തോന്നുന്നു. അതല്ല, തോമസ് ഫ്രൈഡ് ചിക്കൻ. തോമസ് അല്ലേ? TFC തന്നെയാണോ അത്? TFC. ഇതെന്ത് ഈ KFCക്ക് പകരം TFC വയ്ക്കും? തോമസ് ഫ്രൈഡ് ചിക്കൻ ആണെന്ന് തോന്നുന്നു. ഞാൻ അതായിരിക്കട്ടെ. അപ്പോൾ ആള് നമ്മുടെ TFCയുടെ ഓണറായിട്ട് ആള് മാറുന്നു. പിന്നെ ഇപ്പൊ ആള് ഭയങ്കര അതാ ഞാൻ പറയാൻ വന്നേ, ആള് നമ്മള് പ്രേമലുവിൽ കണ്ടിട്ടുള്ള ഈ ക്യാരക്ടർ ഉണ്ട്, ഇൻട്രോവേർട്ടാണ്, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അതിന്ന് മാറിയിട്ട് വേറെ ലെവലിലേക്ക് ആള് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും തകർക്കും. അതായത് നമ്മളിപ്പോ പ്രേമലുവിൽ കണ്ടിരിക്കുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ ആള് ടോട്ടലി മാറിയിട്ട് അത് ടോട്ടൽ ചേഞ്ച് വരണം. കാരണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തി ആൾക്കൊരു കരുത്ത് തെളിയിച്ച് സ്ത്രീകളോടുള്ള അതായത് സ്ത്രീകളോട് വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത ഒരാളാണല്ലോ. അതെ അതെ. അത് എന്താ ഹിറ്റായ സീനുകളും ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ, അതായത് സ്ത്രീകളോടൊക്കെ ഭയങ്കരമായിട്ട് കയർക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് തള്ളി നിർത്തുന്ന, മാറ്റി നിർത്തുന്ന ഒരു ക്യാരക്ടർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വന്നാൽ തന്നെ അത് പൊളിയായിരിക്കും. അത് ഭയങ്കര രസമായിരിക്കും. ഇനിയുണ്ട് സംഗീതിന്റെ ക്യാരക്ടർ, അതായത് നമ്മുടെ അമൽ ഡേവിസിന്റെ കാമുകി. കണ്ടിട്ടില്ലല്ലോ? ആരാണ്? കണ്ടിട്ടില്ല. അതാവാം. അതെ. ഇനിയുണ്ട് അൽത്താഫ് ഉണ്ട്. അൽത്താഫൊക്കെ പിന്നെ ഓൾറെഡി അവിടെ മാഷായിട്ടുള്ളതുകൊണ്ടേ പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ക്യാരക്ടറിനെയോ അത് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എന്താണെങ്കിലും സെക്കൻഡ് വരുന്നുണ്ട്, ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. 2.5 മണിക്കൂർ കൂടി ഇരുന്ന് ചിരിക്കാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ 3 തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. OTTയിലൊക്കെ വന്നതിന് ശേഷം പലരും പല അഭിപ്രായം പറയും. ഞങ്ങൾ എന്തായാലും ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഇത് ഇഷ്ടപ്പെടാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ വാച്ച് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ്. തിയേറ്ററിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, പക്ഷെ എന്നാലും തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു കൂട്ടത്തിന്റെ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാ. സത്യം. ഫസ്റ്റ് ഡേ കണ്ടപ്പോഴുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അത് തുടക്കത്തില് എന്താണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതായത് ആദ്യത്തെ 15 മിനിറ്റ് പ്രേമലു നേരി കാണിക്കുന്നത് വരെയുള്ള സീന് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം അത്രത്തോളം ക്രിഞ്ചാണത്. അമൽ ഡേവിസിന്റെ എൻട്രി പിന്നെ വേറെ ലെവലാക്കി കളഞ്ഞു. അതെ. എന്തായാലും അനൗൺസ്മെന്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട്
ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാൻ പ്രേമലു അവനെ കൂട്ടത്തിൽ മാത്രം അങ്ങോട്ട് ശ്യാം പുഷ്കറിന്റെ കഥാപാത്രമൊക്കെ കോമഡി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? കുറിച്ച് അധികം പറയാനായിട്ടില്ല. മണ്ണിനേക്കാളും മോർ എനർജറ്റിക് പടമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നല്ലൊരു പ്രേമലു മണ്ണിനേക്കാളും നല്ല പടമായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും പ്രേമലു 2 സൂപ്പറായിരിക്കും. മോർ ഫൺ എന്നാ പറഞ്ഞത്. അതെ, ഇത് തന്നെ നമുക്കറിയാം, വേറെ ലെവൽ. അതെ, എന്തായാലും 3 ഭാഷകളിൽ ഇപ്പോൾ ആൾറെഡി സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. തെലുങ്ക്, തമിഴ്, മലയാളം. റെഡ് ജയന്റ് ആണ് തമിഴില്. പിന്നെ തെലുങ്കില് ആരാടാ? ഷോയിങ് ബിസിനസ്. പിന്നെ നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് മലയാളത്തില്. അതും ഗംഭീരം. പിന്നെ ഇതിന്റെ ടൈറ്റിലിങ് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. ഫസ്റ്റിനേക്കാൾ അടിപൊളിയാ. ഒരു ബലൂണ് ഇതിൽ തന്നെ ഒരു കോമഡി ഉണ്ട്. അതെ, എന്തൊക്കെയോ മറ്റേ ഈ കാർട്ടൂണിലൊക്കെ കാണൂലേ, അതേപോലെയാണ് സാധനം ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. നല്ല ഡിസൈനാണ്. ഇനി നമുക്ക് ടീസറും കൂടി കണ്ടാലോ? ഇനി ഇതിനൊരു ഒഫീഷ്യൽ ടീസർ ഉണ്ട്. അതായത് ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സാധനം പുറത്തിട്ടുണ്ട്. അല്ലടിയാ, അതിലെ അമൽ ഡേവിസിന്റെ കാമുകില്ലേ, ആൾക്ക്, അതായത് ആളെ നമ്മൾ കണ്ടിട്ടില്ല സിനിമയില്. എന്തായാലും അങ്ങനെ ഒരാൾ വരും തീർച്ചയായിട്ടും. ഇപ്പൊ അനശ്വര രാജൻ ഇതില് ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. മേ ബി അത് നമ്മുടെ അമൽ ഡേവിസിന്റെ കാമുകിയായിട്ടായിരിക്കും. എന്തൊരു കഷ്ടം. സൂപ്പർ ശരണ്യ, അയ്യോ, സൂപ്പർ ശരണ്യ വന്ന് വെറുപ്പിക്കുവോ? വെറുപ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഒഫീഷ്യൽ ടീസർ കാണാം അല്ലേ? ശ്യാം പുഷ്കറിന്റെ കഥാപാത്രമൊക്കെ സൂപ്പറായിരിക്കും. ഓക്കെ, റെഡി. റീനു ആളപ്പോ ഓഫീസിൽ തന്നെ കേട്ടോ. ക്യൂട്ട്നെസ്. എടുത്തു. കാർത്തിക വിളിക്കുന്നു. അപ്പൊ കാർത്തികക്കും റോൾ ഉണ്ട്. യാരിത്? ശ്യാം പുഷ്കർ. ആളുടെ പേര് ആദി. ഇതാരാ? മാത്യൂസ് അല്ലേ? TFC. ഓ, ബിസിനസ്സുകാരൻ തന്നെ ആയില്ലേ? TFC. ഓക്കെ. ഒന്നും തിരിയോ? സസ്പെൻസ്. വാടാ, ഇതെവിടെയാണ്? UK തന്നെയാണോ അതോ ഇവിടെ വന്ന് വേറെ ജോലി ചെയ്യണോ? അതാണ് അവർ സസ്പെൻസ് ആക്കി ഇട്ടേക്കുന്നത് തന്നെ. ബാക്കി എല്ലാവരുടെയും ഏരിയ ഒക്കെ പറഞ്ഞല്ലോ. സാധനം. ഓക്കെ, അപ്പോ യുകെയിലെല്ലാം തോന്നുന്നില്ലേ? യുകെന്ന് അത് കറക്റ്റ് റീനുവിന്റെ നാവ് പൊന്നായതുപോലെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അതിലൂടെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം വരുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. മാത്രമല്ല അപ്പുറത്ത് നല്ല ഒരു എല്ലാം തികഞ്ഞ, അതായത് തൻ്റെ സങ്കല്പത്തിന് അനുയോജ്യനായ ഒരാൾ വരുമ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അതായത് കോമ്പറ്റീഷൻ എല്ലാ സാധനവും ശരിക്കും പ്രേമലുവില് കോമ്പറ്റീഷൻ ആണല്ലോ. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആദ്യം സച്ചിനും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം അടുത്ത ആള് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടി വരില്ല.
എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാണ്. 2025 സിനിമ റിലീസ് ഉള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഏത് ദിവസമാണെന്നുള്ളത് വന്നിട്ടില്ലെങ്കിലും 2025 ഉണ്ടാവും. എന്തായാലും അതിൻ്റെ ഇടയിൽ ഐ ആം കാതലൻ വരാനുണ്ട്. യെസ്, അതും സൂപ്പർ ഹിറ്റ് ആകട്ടെ. അതിനുശേഷം പ്രേമലു 2 കൂടി ഇറക്കി വിടുമ്പോൾ അങ്ങ് കത്തും. മാത്രല്ല ഇത് തെലുങ്ക് ചാനലിലൊക്കെ ഭയങ്കര ആഘോഷമാണ് ഇതിന്റെ അനൗൺസ്മെന്റ്. കാരണം പ്രേമലു അവിടുത്തെ തകർത്തു വാരി പോന്നതാണ്. അപ്പൊ പിന്നെ അവര് പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ടല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടി. എന്താണെങ്കിലും നമ്മളും കാത്തിരിക്കുകയാണ് 2ാം ഭാഗത്തിന് വേണ്ടി വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.